യൂറോപ്പിൽ നിന്നും കടൽ മാർഗം സഞ്ചരിച്ച് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പര്യവേഷകനാണ് വാസ്കോ ഡ ഗാമ. നമുക്കറിയാം, അദ്ദേഹം ആദ്യമായി കപ്പൽ വന്ന് ഇറങ്ങിയത് നമ്മുടെ കോഴിക്കോടാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥലമുണ്ട്, വാസ്കോ ഡ ഗാമ. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഗോവയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ മഡ്ഗാവിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. രാവിലെ 6:40 നമ്മളിവിടെ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. റെൻറ്റ് വണ്ടികൾ വേണോ ചോദിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വരിക. നമുക്ക് 2 വീലർ കിട്ടും, കാറ് കിട്ടും, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. നേരെ ടിക്കറ്റ് എടുക്കാം. 07341 കൂലയും വാസ്കോ 7:18 വരിക. പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഇത് റെഡി ആയിട്ടില്ല ഇതുവരെ. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. ഇവിടെയാണ് നമുക്കിനി പോകാനുള്ള ട്രെയിൻ വരിക. ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെ മഡ്ഗാവ് ബാന്ദ്ര ടെർമിനസ് എക്സ്പ്രസ് വന്നിട്ടുണ്ട്. ഇതൊരു 3 മാസമായതേ ഉള്ളൂ, പുതിയൊരു സർവീസാണ്. ഇത് 7:40 ഇവിടെ നിന്ന് എടുത്ത് മുംബൈയിൽ എത്തുക രാത്രി 11:45. ഇതൊരു പുതിയ സർവീസാണ്. സ്ലീപ്പർ ക്ലാസ്സും അൺറിസർവ്ഡും AC കമ്പാർട്ട്മെൻറ്റും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ ട്രെയിൻ ഇവിടത്തേക്ക് എത്താൻ ഒരു 1 കിലോമീറ്ററും കൂടി ഉണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് കൂലേത്ത് നിന്നാണ്. അപ്പോൾ അതിന് ഒരാൾക്ക് 10 രൂപ ആയതേ ഉള്ളൂ. 28 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. ട്രെയിൻ ഇതാ വരികയാണ്. കൂലേന്നും കൂളേന്നൊക്കെ പറയും കേട്ടോ പ്രൊണൗൺസിയേഷൻ. WDG4 ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. ഇവിടെ കഴിഞ്ഞാ അപ്പം ചെറിയ വണ്ടിയാണിത്. ഇവിടം വരെയേ ഉള്ളൂ ട്രെയിൻ. രണ്ടിലൊക്കെ ഉണ്ട്. WDG4D. ഇവിടെ 2 മിനിറ്റേ വണ്ടി നിന്നുള്ളൂ കേട്ടോ. അതിനടുത്ത് സ്റ്റേഷന്റെ കോഡ് വരുന്നത് MAO എന്നാണ്. ട്രെയിൻ ഇപ്പോൾ സുറാവലി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്ലാറ്റ്ഫോം ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് നിർത്തും. പച്ചക്കൊടി വീശി ഇപ്പോൾ ഹോണടിക്കും. മെജോഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിനെത്തിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെയൊക്കെ മുഴുവനും കാടാണ്. പ്ലാറ്റ്ഫോമും ട്രെയിൻ ഇതും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല താഴ്ചയിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ആണ് മെജോഡ ബീച്ചിലേക്കുള്ളത്. അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിനിപ്പോൾ ഇവിടുന്ന് തന്നെ വാസ്കോ ഡ ഗാമ റൂട്ടിലോട്ട് വരും. വേറൊരു ലൈൻ പോകുന്നുണ്ട്, അത് നേരെ നമ്മുടെ രത്നഗിരി മുംബൈ. മെജോഡ കഴിഞ്ഞ ഉടനെ തന്നെ ട്രെയിൻ ഇതാ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ രത്നഗിരി പനവേലി നമ്മുടെ മുംബൈ റൂട്ടിൽ അങ്ങ് അതിലൂടെ പോയിട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ട്രെയിൻ വരും. ഇതൊരു ലിങ്ക് എക്സ്പ്രസ് ആണ്. അതായത് 2 ട്രെയിനുകൾ ഇതിലുണ്ട്. ഒന്ന് വാസ്കോന്ന് ഷാലിമറിലേക്ക് പോകുന്ന അമരാവതി എക്സ്പ്രസ്, മറ്റൊന്ന് വാസ്കോന്ന് കാച്ചിഗുഡയിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ഇത് രണ്ടും ഇപ്പോൾ ഇതുവഴി കടന്നു പോകും. ഇതിന്ന് 1 മണിക്കൂറിൻ്റെ അടുത്ത് ഡിലേ ആണ്. WDP4. ഇത് അമരാവതിയാണ് ഈ മുന്നിലുള്ളത്. കൊൽക്കത്ത ഷാലിമാറിലേക്ക് വന്ന ട്രെയിനായത്.
ഇവിടെ അടുത്ത ട്രെയിനായി. ഇത് കാച്ചിഗുഡ. രണ്ട് ട്രെയിനുകളായത്. അതുപോയി നമ്മുടെ ട്രെയിനിലെ സീനെല്ലാം കിട്ടി. ട്രെയിൻ ഇപ്പോൾ കാൻസോളിയം റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിക്കുകയാണ്. ഇവിടുത്തെ പേരുകൾ പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ അർത്ഥങ്ങൾ പല രീതിയിൽ വരും കേട്ടോ. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. ഒരു ട്രെയിൻ വരാനുണ്ട്, അത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി ഇവിടുന്ന് എടുക്കുകയുള്ളൂ. വാസ്കോ കൂലേം വണ്ടി. ഇത് സിംഗിൾ ട്രാക്കാണ്. 8:02 സമയം. സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെയാണ്. തൊട്ട് മുന്നിലായി തന്നെ കടൽ തീരമാണ്. അടുത്തൊരു സ്റ്റേഷനിലെത്താനായി. പക്ഷേ ഈ കാടുകൾ കാരണം വ്യക്തമല്ല. ഇതാ നമുക്ക് വന്നാലും ഇവിടെ നിന്നൊക്കെ കാണാം. തൊട്ടടുത്ത് തന്നെയാണ് കടലും സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊരു സ്റ്റേഷനിലെത്തി, സംഗ്വാൽ. നമ്മൾ നേരത്തെ അവിടെ നിന്നൊരു ട്രെയിൻ വരുമെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ നിന്നാണ് വരിക കേട്ടാ. അവിടെ നിന്ന് വന്നില്ല. എന്തായാലും മിക്കവാറും ഇവിടെ നിന്ന് വരുമായിരിക്കും. ഇവിടെ തന്നെ നമുക്ക് കടലിൻ്റെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് തന്നെ വെയിലായതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും വ്യക്തമാവില്ല. ഇതാണ് സ്റ്റേഷൻ. ട്രെയിനിപ്പോൾ ദാബോളിം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് തിരികെയാണ്. ഗോവ എയർപോർട്ടൊക്കെ വരുന്നത് ഇവിടെയാണ്. ഈ ഗോവയിൽ പ്രധാനമായിട്ട് 2 എയർപോർട്ടുകളാണ് ഉള്ളത്. ഒന്ന് പറഞ്ഞാൽ ഡാബോളിം ഇന്റർനാഷണൽ എയർപോർട്ട്, അത് നമുക്ക് പോകുന്ന വഴി തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററുള്ളൂ റെയിൽവേ സ്റ്റേഷന് ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഗോവയിൽ നമ്മുടെ പെർറെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മുടെ മഹാരാഷ്ട്ര വഴി. അവിടെ മറ്റൊരു എയർപോർട്ട് ഉണ്ട്. അവിടുന്ന് ഒരു 13 കിലോമീറ്റർ മാറിയിട്ട് മൊപ്പ എയർപോർട്ട്, അതിന്റെ പേര് പറഞ്ഞത് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് കൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഗോവയിൽ 2 എയർപോർട്ടാണ് ഉള്ളത്. ഇവിടെയാണ് എയർപോർട്ട് വരുന്നത്. മഡ്ഗാവിൽ നിന്നും 28 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ വാസ്കോ ഡ ഗാമ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 8:55 സമയം. ഇവിടുന്ന് ഒരു ട്രെയിൻ പുറപ്പെടുകയാണ്, വാസ്കോ സിക്കന്ദരാബാദ് എക്സ്പ്രസ്. വാസ്കോ ഡ ഗാമ സ്റ്റേഷന്റെ കോഡ് വരുന്നത് VSG എന്നാണ്. ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ കീഴിലാണ് ഈ സ്റ്റേഷൻ വരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഈ ഹൈദരാബാദ് വണ്ടിയില്ലേ, സെക്കന്ദരാബാദ്, നല്ല വണ്ടിയാണ് കേട്ടത്. പുതിയ കോച്ചുകൾ തന്നെയാണ്. വാസ്കോ ഡ ഗാമ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇതാ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്. ഒരുപാട് കപ്പലൊക്കെ വന്ന് നിർത്തിയിട്ടുള്ള ഒരു ചെറിയൊരു പെയിൻറ് വർക്ക് തന്നെ ഇതാ ഇവിടെ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇതുവഴി ഇറങ്ങിയിട്ട് പുറത്തോട്ട് ഇറങ്ങാം. വാസ്കോ ഡ ഗാമ ഇവിടെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. പഴയ ഒരു മോഡലാണ് റെയിൽവേ സ്റ്റേഷനുള്ളത്. പിന്നെ ഇതുവഴി തന്നെയാണ് നമുക്കിനി ഇറങ്ങി പോകേണ്ടത്. ഇവിടെ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇനിയിപ്പം ഞങ്ങൾ അടുത്തത് പോകുന്നത് വാസ്കോയിലെ മുനിസിപ്പൽ മാർക്കറ്റിലേക്കാണ്.
ശബ്ദം. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടുണ്ട്, ഇതുവഴിയാണ് റൂട്ട് കാണിക്കുന്നത്. പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ ഇതൊക്കെ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകുന്ന വഴിക്ക് തന്നെയാണ് ഇവിടെ വാസ്കോയിലെ പ്രധാനപ്പെട്ട ക്ലോക്ക് ടവർ ഉള്ളത്. ഒരു പഴയ ക്ലോക്ക് ടവറാണ്. 1938 ഇത് നിർമ്മിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ നല്ലൊരു കാഴ്ചയൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണിത്. ഇതിനും വളരെയധികം പഴക്കമുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറിപ്പോവാം. വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, വണ്ടി ഇവിടെ വെക്കേണ്ടി വരും. നടന്നിട്ട് പോവാം. രാവിലെ 10 മണി ആവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കടകളൊന്നും ആക്റ്റീവായിട്ടില്ല. ഒരു ഉച്ചെങ്കിലും ആവണമല്ലോ നല്ല ആക്റ്റീവ് ആവണമെങ്കിൽ. ആൾക്കാരും കുറവാണ്. ഇതുവഴി നടന്നു വന്നേ ഞങ്ങൾ വീണ്ടും മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കൂടുതലും പച്ചക്കറികളും പഴങ്ങളും മാത്രമാണ്, ഫ്രൂട്ട്സുകൾ. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിൻ്റെ കയറിയ ഭാഗത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. പഴക്ക് ഒരു സെറ്റ് മുഴുവനായിട്ടുണ്ട്. അധികം വെയിലും കൊള്ളില്ല, കാരണം ഇവിടെ ഈ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഫ്രൂട്ട്സുകൾ മാത്രമല്ല കേട്ടോ, പാത്രങ്ങൾ, അങ്ങനത്തെ സ്റ്റേഷനറി സാധനങ്ങൾ കിട്ടുന്ന കടകളും ഉണ്ട്. അപ്പോൾ എല്ലാം കിട്ടും ഇവിടെ. വാസ്കോ ഡ ഗാമയിൽ ശരിക്കും ഹിഡനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്കറ്റിലൂടെയൊക്കെ 2 റൗണ്ട് നടന്നിട്ട് വരാം. ഒന്നും വാങ്ങിക്കണമെന്നില്ല, ഇതൊക്കെ കാണാലോ. ഞങ്ങളിനി അടുത്തത് പോകുന്നത് വാസ്കോയിലത്തെ പ്രധാനപ്പെട്ട ബീച്ചായ ബൈനയിലേക്ക്. ബൈന ബീച്ച് കാണാനാണ്. ഇവിടുന്ന്, അതായത് ഈ മാർക്കറ്റിൻ്റെ ഇവിടുന്ന് 1 കിലോമീറ്ററാണുള്ളത്. അതിലൂടെ ഒരു പാലൊക്കെ ഉണ്ട്. ഇതേ ഇവിടുത്തെ ബസ് എന്നതാ. GA രജിസ്ട്രേഷൻ ഗോവേൻ്റെ GA ആണ്. ബസ്സിൻ്റെ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് പോയായിരുന്നു. നമ്മൾ ടൗൺ വഴി നടക്കുമ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ പഴക്കം തോന്നിക്കുന്നുണ്ട്. നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ. ഞങ്ങൾ ഇതുവഴിയാണ് ഇനിയിപ്പോൾ ബീച്ചിലോട്ട് പോകുന്നത്. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും വരുന്നത്. ഇവിടെ ഒരു കാർ ആക്സിഡൻ്റ് ആയത് കണ്ട. അതുപോലെ ഇത് ഗോവ പോലീസിൻ്റെ വണ്ടിയാണ്. പിന്നെ ഇവിടെ ബോർഡൊക്കെ ഉണ്ടല്ലോ. ബൈന നേരെ. പിന്നെ ഇവിടെ ഹാർബറുണ്ട്, അതിൻ്റെ ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതൊക്കെ ഇവിടത്തേക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് നമുക്ക് നടന്നിട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ട്രാക്ക് മുറിച്ച് കിടക്കാനൊരു ഇതുണ്ട്. ഇതേ, അപ്പോൾ ഇതുവഴി അങ്ങനെ കയറിപ്പോവാം. ഇനിയിപ്പോൾ കുറച്ചും കൂടെ നടക്കാനുള്ളൂ കേട്ടോ. പിന്നെ ഇതുവഴി ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് പകൽ ടൈമിലാണല്ലോ. രാത്രിക്കൊക്കെ ആകുമ്പോൾ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. കാരണം ഗോവയിലത്തെ കാര്യം അറിയാലോ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതലുണ്ട് ഇവിടെ. അപ്പോൾ എന്താ പറയുക, കുറെ ന്യൂസിലെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് അങ്ങനെ മോശമായിട്ട് പറയുന്നതല്ല. അതെ അതെ അതെ. ബൈന ബീച്ച് ഇനി നേരെ റൈറ്റിലേക്കാണ്, ഇവിടത്തേക്കാണ് ബീച്ച്. അങ്ങനെ നടന്നിട്ട് ഇതാ ബൈന ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ ഒരു കടകളും അധികം ഓപ്പൺ ആയിട്ടില്ല. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ
ഒരുപാട് ബോട്ടുകൾ കാണാം അങ്ങ് ദൂരത്തായി. പിന്നെ ഇവിടെയൊക്കെ മലനിരകളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ബീച്ചൊക്കെ ഇങ്ങനെയാണ്. അങ്ങ് അവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. 10 മണി ടു ഒരു 2 മണി വരെ ഈ സമയത്ത് നല്ല വെയിലാണ്. നമുക്ക് ബീച്ചിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഗ്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് ക്യാമറയിലൊക്കെ ഒന്നും നോക്കാൻ പറ്റില്ല, വല്ലാത്തൊരു ഇതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഈ സമയത്ത് വരിക. എന്താ അല്ലേ, നല്ല ശാന്തതയല്ലേ, ആരും തന്നെ ഇല്ല അല്ലേ. അതിന്റെ കാര്യം പറയാനുണ്ടല്ലോ, ഈ ഗോവയിൽ ഇപ്പൊ പറഞ്ഞല്ലോ ഷോപ്പുകളൊക്കെ അധികം ഓപ്പൺ ആയി, എല്ലാം വൈകുന്നേരം ആകുമ്പോൾ രാത്രി നൈറ്റ് ലൈഫ് ആണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ വൈകുന്നേരം ആവും ആൾക്കാരൊക്കെ വരാൻ വേണ്ടിട്ട് നല്ല തിരയൊക്കെ ആസ്വദിച്ചോണ്ട് ഇവിടെയൊക്കെ നിൽക്കാമല്ലോ. പിന്നെ അങ്ങ് അവിടെ തന്നെ ഒരു ഐലൻഡ് ഉണ്ട്, ദേ അങ്ങ് അവിടെ കുറേ ദൂരത്താണ് അതുള്ളത് ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റോപ്പ് കെട്ടിയത് കണ്ട, നേരെ അങ്ങ് അവിടം വരെ ഉണ്ട്. നമുക്ക് അവിടം വരെ കുളിക്കാനൊക്കെ ഇറങ്ങാം, അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പറ്റില്ല. ഇവിടെ വലിയ ശക്തിയുള്ള തിരയൊന്നും ഇല്ല, അതുകൊണ്ട് വലിയ ഡേഞ്ചറൊന്നും അല്ല, കാരണം കാം തന്നെയാണ്. പിന്നെ വെള്ളത്തിനാണെങ്കിലും നല്ല ഫ്രഷ് വാട്ടർ തന്നെയാണ്, ഒരു അഴുക്കും അങ്ങനെയൊന്നും വലിയ കാണാനായിട്ടൊന്നുമില്ല. സുഖത്തിൽ ഇവിടെയൊക്കെ വന്നിട്ട് കുളിച്ചിട്ടൊക്കെ പോവാം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇവിടെ ഒരു സ്പീഡ് ബോട്ട് ഇറക്കുവാണ്. ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ ഗോവയിൽ വന്ന് സ്റ്റേ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാം. അത് ഇവിടെ തന്നെ വരണമെന്നില്ല, ഇവിടെ വേണമെങ്കിൽ വരാം, കാരണം സ്പീഡ് ബോട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസ്കോയിലേക്കും വരാം, നേരെ ഇപ്പോൾ പോയ ബൈന ബീച്ചിലേക്കും പോവാം. പക്ഷേ ഇവിടെ വലിയ ക്രൗഡൊന്നും അല്ല. ഈ വാസ്കോയിലത്തെ മാത്രം പ്രധാനപ്പെട്ട ബീച്ച് എന്നേ ഉള്ളൂ ഈ ബൈന എന്ന് പറഞ്ഞ ബീച്ച്. കാരണം അത് എടുത്ത് പറയുകയാണെങ്കിൽ ഗോവയിലത്തെ ഫേമസ് ആയ ബീച്ചൊന്നുമല്ല, കാരണം മലയാളീസ് ഒന്നും ഇവിടെ വരാറൊന്നുമില്ലല്ലോ. അപ്പം ഗോവയിലത്തെ ബീച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പോലെ നമ്മുടെ നോർത്ത് ഗോവ തിരുമലൊക്കെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് നേരെ പോകാം. അവിടത്തേക്ക് വാഗത്തറ ബീച്ചുണ്ട്, വാഗ ബീച്ചുണ്ട്, അഞ്ജുന ബീച്ച്, നമ്മുടെ കലാങ്കൂട്ടെ ബീച്ച്, ഇതൊക്കെയാണ് ഫേമസ് ആയിട്ട് ബീച്ച്. എല്ലാ വിദേശികളും കൂടുതലും വിദേശികളൊക്കെ വരുന്നു, കൂടുതൽ ആക്റ്റീവ്. ഈ ഗോവ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ ഒരു നൈറ്റ് ലൈഫ്, അങ്ങനെയൊക്കെ ന്യൂ ഇയറും മറ്റേ അതൊക്കെ വരുമ്പോൾ അതൊക്കെ ഉള്ളത് ആ ഒരു നോർത്ത് ഗോവ ഭാഗത്താണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത് അവിടെ തന്നെയാണ്. പിന്നെ സൗത്ത് ഗോവയിൽ വരികയാണെങ്കിൽ കോൾവ ബീച്ച്, അതൊക്കെ ആ ഒരു ഭാഗത്ത്. റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വന്ന ഒരു ജംഗ്ഷൻ ഇല്ലേ, അവിടെ നിന്ന് എത്തിയിരിക്കുകയാണ്. പിന്നെ ഓട്ടോ സ്റ്റാൻഡാണ് അവിടെയായിട്ട് കാണുന്നത്. ഇവിടെ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്, 300 മീറ്ററേ ഉള്ളൂ, നേരെ ഞാൻ അങ്ങോട്ട് പോവാം. ഇവിടെ തന്നെ വാസ്കോ സിറ്റി സെൻറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതുവഴിയാണ് ഗാർഡനിലേക്കുള്ള വഴി. NH 366 ഇത്. ചിക്ലിയിലേക്ക് ഇവിടുന്ന് 2.5 കിലോമീറ്റർ. ഇത് നാഷണൽ ഹൈവേ ആണിത്. നടന്നു പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത് KFC, അതിൻ്റെ തൊട്ട് ഇവിടെ തന്നെ പിസ്സ ഹട്ട് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ റോഡ് വഴിയും പോവാം, അതുപോലെ അങ്ങ് അതിലൂടെയും പോവാം. കുറച്ചുകൂടെ നടന്നിട്ട് ഉള്ള അതുവഴി നേരെ ലെഫ്റ്റിലോട്ട് കയറി പോവാം. ഇതന്നെയാണ് ഗാർഡൻ വരുന്നത്. ആണെങ്കിൽ ഇതുവഴിയും കയറാം കേട്ടോ, ഏത് വഴി വേണമെങ്കിലും കയറി പോവാം. ഇത് ചിൽഡ്രൻസ് പാർക്കാണ്, അതായത് നേരെ ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മുടെ ഗാർഡൻ വരുന്നത്. ഇനി നേരെ ഗാർഡനിലോട്ട് പോവാം. ഗാർഡനകത്തേക്ക് കയറിയിരിക്കുകയാണേ. ഇവിടെ തന്നെ ഒരു ചെസ്സിൻ്റെ ഒരു ഇത് കണ്ടതാ, നല്ല ഭംഗിയല്ലേ കാണാൻ, അടിപൊളിയായി. ചെസ്സിൻ്റെ ആ കരുക്കളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നല്ലൊരു സ്പോട്ട് നോക്കി നമുക്ക് ഇരിക്കാം, തണലിൽ തന്നെ ഇരിക്കാം. അങ്ങ് അവിടെ ഒരു സ്ഥലമുണ്ട്, നല്ല വെറൈറ്റി ബെഞ്ചാണ് കേട്ടോ. ഇരിക്കലേ കുറച്ച് കുഴിഞ്ഞിട്ട് വേണം ഇരിക്കാൻ വേണ്ടി. ബാഗ് ഇവിടെ വെച്ചാലിതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിലുള്ളത്. നല്ല രസമല്ലേ അല്ലേ? അല്ല, കുറേ നേരം നമ്മൾ കുറച്ച് നേരം നടന്നുവല്ലോ, അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇരിക്കാൻ ഇതൊക്കെ കിട്ടി തന്നെ ഭാഗ്യമാണ്. വാസ്കോഡ ഗാമ വരുന്നത് ഗോവയിലെ മർമഗോവ ജില്ലയിലാണ്. അതുപോലെ തന്നെ ഗോവയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരം കൂടിയാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ വാസ്കോഡ ഗാമ, ആ ഒരു നമ്മുടെ ഒരു യാത്രികൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരും ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനിയിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് സ്വദേശിയാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് സമുദ്രമാർഗം, അതായത് അറ്റ്ലാന്റിക് സമുദ്രം വഴി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ നാവിഗേറ്ററാണ്. അതുപോലെ തന്നെ ഇത് പര്യവേഷകം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായി കാലുകുത്തിയ സ്ഥലം നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാം, കോഴിക്കോട്.
അപ്പോൾ കോഴിക്കോട് 1498 അദ്ദേഹം ആദ്യമായിട്ട് കാല് കുത്തിയത്. അപ്പോൾ ആ ഒരു കോഴിക്കോട് ഇറങ്ങുന്നതിന് 2 വർഷം മുന്നെയാണ് പോർച്ചുഗലിൽ നിന്ന് കടൽ മാർഗം യാത്ര ആരംഭിച്ചത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ വാസ്കോഡ ഗാമ ഈ പറഞ്ഞ ഇന്ത്യയിൽ എത്തിയത്, അതായത് സമുദ്രമാർഗ്ഗം ഇന്ത്യയിൽ എത്തിയത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ്. കാരണം കടൽ മാർഗ്ഗം ഒന്നുമല്ലോ, കാരണം അതിനു മുന്നേ യാത്രകളൊക്കെ വളരെയധികം റെയറായിരുന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഈ ഒരു വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞ ഈ നഗരത്തിന് ഈ ഒരു പേര് കിട്ടാനുള്ള കാരണം, അപ്പം ഈ ഒരു പ്രദേശമൊക്കെ ഈ പോർച്ചുഗലിൻ്റെ ആ ഒരു അധീനതയിലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങൾ മൊത്തം, അതായത് അത് മാത്രമല്ല നമ്മൾ ഈ ബ്രിട്ടീഷ് ഇന്ത്യ എന്നൊക്കെ പറയുമല്ലോ, ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ തന്നെ പോർച്ചുഗീസ് ഇന്ത്യയുടെ ഗവർണർ പദവി അലങ്കരിച്ചതാണ് ഈ പറഞ്ഞ വാസ്കോഡ ഗാമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദരവ് സൂചകം അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു പേര് ഈ ഒരു നഗരത്തിന് നൽകിയത്. അതുപോലെ തന്നെ 1543 പോർച്ചുഗീസിൻ്റെ ഈ ആ ഒരു ഭരണത്തിൻ്റെ അധീനത്തിൽ തന്നെയായിരുന്നു ഈ നഗരം മൊത്തം ഉണ്ടായത്. പിന്നെ വാസ്കോഡ ഗാമയുടെ കാര്യം പറയുകയാണെങ്കിൽ 1524 കൊച്ചിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മലേറിയ ബാധിച്ച് മരണപ്പെട്ടത്. അപ്പം വാസ്കോഡ ഗാമയുടെ ഈ ഫോർട്ട് കൊച്ചി, നമുക്ക് ഈ ഗോവയുടെ ഒരുപാട് സ്ഥലങ്ങൾ, ഈ പറഞ്ഞ പോർച്ചുഗൽ ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് ഓരോ പ്രോപ്പർട്ടീൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അതാണ് ഇതിൻ്റെ ഒരു പൊതുവായിട്ടൊരു കാര്യം ഉള്ളത്. ഞങ്ങളുണ്ടല്ലോ നടന്നിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഞാൻ പറഞ്ഞത് വെജ് താലിയാണ്. വെജ് താലിക്ക് 120 രൂപയാണ്. നവീൻ പറഞ്ഞത് വെജ് ഫ്രൈഡ് റൈസ് ആണ്. 130 രൂപയാണ് വെജ് ഫ്രൈഡ് റൈസിന്. ഒരു 10 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പറഞ്ഞ ഭക്ഷണം വന്നിരിക്കുകയാണ്. 2 ചപ്പാത്തി ഉണ്ട്, പപ്പടം ഉണ്ട്, റൈസ് ഉണ്ട്, പിന്നെ ഇത് ഗ്രീൻ പീസ് ആണ്, പിന്നെ ഇത് നമ്മുടെ ദാല് പരിപ്പ് കറി, പിന്നെ ഇവിടെ ഒരു മസാല കറിയുണ്ട്, തൈരുണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ്. നവീൻ്റെ വെജ് ഫ്രൈഡ് റൈസ് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിൽ തന്നെ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ട്രെയിനുകളുണ്ട്, അതായത് ഈ ബീഹാർ, കൊൽക്കത്ത സൈഡിലേക്ക്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് നമ്മുടെ അന്യ സംസ്ഥാന ആൾക്കാരില്ലേ, ഈ ബീഹാർ, കൊൽക്കത്ത സൈഡിലെ ആൾക്കാർ, അവർ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നമ്മൾ പോകുമ്പം ഇവിടെ ഒരുപാട് പെട്ടിക്കടകൾ കണ്ടില്ലേ, അതൊന്നും ഇപ്പം ഇവിടെ ഇല്ല അല്ലേ? അതായത് ഇതെല്ലാം താൽക്കാലികമാണ്. കാരണം നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ഗോവയിൽ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ മൊത്തം ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ, വിദേശികളൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ മൊത്തം ഉണ്ടല്ലോ ബംഗാളികൾ എന്ന് പറയില്ലേ, അതുപോലെയാണ്. കാരണം ജസ്ദിലേക്കായാലും ജാർഖണ്ഡിലേക്കായാലും അമരാവതി കണ്ടില്ലേ വരുമ്പോൾ തന്നെ ബംഗാളിലൊക്കെ വണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ ഒരുപാട് ആൾക്കാരുള്ളത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു മെയിൻ എൻട്രി ഉള്ള ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. മഡ്ഗാവ് തുടങ്ങിയ യാത്ര ഇവിടെ വാസ്കോഡ ഗാമയിലെത്തി. വാസ്കോഡ ഗാമയുടെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് പോയ ഹോട്ടലില്ല, അവിടുത്തെ ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് ഉണ്ടല്ലോ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മർമ്മഗോവ ഫോർട്ടൊക്കെ ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് വേറെ ട്രെയിൻ റൂട്ടൊന്നുമില്ല, ഇവിടെ എൻഡായി. അതുപോലെ തന്നെ ഒരുപാട് ദീർഘദൂര ട്രെയിനുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജാർഖണ്ഡിലെ ജസീദിലേക്ക് ഒരു വണ്ടിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പട്നയിലേക്ക്, ബീഹാറിലേക്ക് ഒരു വണ്ടിയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഷാലിമാറിലേക്ക് പോകുന്ന അമരാവതി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യശ്വന്തൂരേക്കും വേളാങ്കണ്ണി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വണ്ടി പോകുന്നുണ്ട്. പിന്നെ വേറൊരു ഡെയിലി പോകുന്ന പ്രധാനപ്പെട്ട വേറെ ട്രെയിൻ ഉണ്ട്, ഗോവ സംസ്ഥാനത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഗോവ എക്സ്പ്രസ്, ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിന്റെ കാഴ്ചയായിരിക്കും നിങ്ങൾ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്ന വീഡിയോ. അതെ, അപ്പോൾ എന്താ പറയുക, ഗോവ എക്സ്പ്രസിന്റെ കാഴ്ചകളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.